പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ CPM-ൽ ഭിന്നത. പിണറായിയെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് P. ജയരാജൻ രംഗത്തെത്തി. റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ് ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത്. കേസിലെ പ്രതിയാണ് റവാഡയെന്നും P. ജയരാജൻ പറഞ്ഞു. അതേസമയം പാർട്ടി സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിന് പിന്നാലെ CPM-ൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. റവാഡയുടെ നിയമനത്തിന് പിന്നാലെ പിണറായിയെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് P. ജയരാജൻ രംഗത്തെത്തി. റവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റ് ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് എന്ന് ജയരാജൻ പറഞ്ഞു. വെടിവെപ്പ് കേസിലെ പ്രതിയാണ് റവാഡ. DGP പ്രഖ്യാപനം ഭരണപരമായ തീരുമാനം മാത്രമാണ്, പാർട്ടി തീരുമാനമല്ല എന്നും പട്ടികയിലുണ്ടായിരുന്ന മറ്റു 2 പേർക്കെതിരെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. അപ്പോൾ പുതിയ DGPയെ സംബന്ധിച്ചുള്ള തീരുമാനം റവാഡ ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 3 പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലല്ലോ, ഗവൺമെൻറ് കൈക്കൊണ്ട തീരുമാനമാണ്. കൂത്തുപറമ്പ് വെടിവെപ്പും റവാഡ ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. എന്നാൽ പാർട്ടി സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി ഒഴിവാക്കിയതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് പറയെ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. P. ജയരാജൻ പറഞ്ഞത് എതിർപ്പല്ല എന്നും നിലപാട് വ്യക്തമാക്കേണ്ടത് സർക്കാരാണെന്ന് മാത്രമാണ് ജയരാജൻ പറഞ്ഞത് എന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം 1997-ൽ ഇടതുമുന്നണി സർക്കാർ നിയമിച്ച പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനം, പാലക്കാട്.